തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ ദിവ്യാത്മാവാൽ ശുദ്ധീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യെഹെസ്കേൽ 18:19. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചു നടക്കുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ ഉത്തരവാദികളാണോ? തിരുവചനം പറയുന്നു, പാപം ചെയ്യുന്നവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. എന്നാൽ മക്കൾ നീതി ചെയ്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുന്നു എങ്കിൽ അവർ ജീവിച്ചിരിക്കും. മക്കൾ നീതിയോടെ ജീവിക്കണം. അവർ ദൈവവചനം പ്രമാണിക്കണം. അങ്ങനെയെങ്കിൽ അതുപോലെ ജീവിക്കുന്ന നമ്മുടെ മേൽ പൂർവികരുടെ ശാപങ്ങൾ വരികയില്ല. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പലവിധമായ ശാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ദൈവഭക്തിയോടെ ജീവിക്കും. അതിനുള്ള പ്രതിഫലം, അതിനുള്ള ജീവൻ, അതിനുള്ള അനുഗ്രഹം അവിടുന്ന് ഞങ്ങൾക്ക് തരുമെന്ന് അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ഞങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.